ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാകും നടക്കുന്നത്. നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന, നമ്മളെ നമ്മളായി നിലനിർത്തുന്ന ആ ഒരു സംഭവം എന്താണ്? അപ്പോൾ ഇന്ന് നമ്മൾ ജീവന്റെ ആ കെമിക്കൽ രഹസ്യങ്ങളിലേക്കൊരു യാത്ര പോവുകയാണ്. കോശങ്ങൾക്കുള്ളിലെ ആ അത്ഭുത ലോകം നമുക്ക് ഒരുമിച്ച് കാണാം. ദാ ഈ ചിത്രം ഒന്ന് നോക്കിയേ. സയന്റിസ്റ്റുകൾ ലാബില് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയയെ വരെ ഉണ്ടാക്കിയിരിക്കുന്നു. സംഭവം കിടുക്കിയല്ലേ? പക്ഷെ ഇത് നമ്മുടെ ശരിക്കും ബേസിക്കായ ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത്, ഒന്നിനെ ജീവനുള്ളത് എന്ന് വിളിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം? ഈയൊരു വലിയ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. അപ്പോ ആദ്യത്തെ ചോദ്യം, എന്താണ് ഒന്നിനെ ജീവനുള്ളതാക്കുന്നത്? നമ്മൾ പുറത്തു കാണുന്ന ഈ ചലനം, വളർച്ച, റീപ്രൊഡക്ഷൻ, ഇതിൻ്റെയൊക്കെ സോഴ്സ് എവിടെയാണ്? ഉത്തരം കിടക്കുന്നത് കോശത്തിനുള്ളിലാണ്. അതൊരു തിരക്കേറിയൊരു മാർക്കറ്റ് പോലെയാണ്. അവിടെ നിർത്താതെ ലക്ഷക്കണക്കിന് കെമിക്കൽ റിയാക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കെമിക്കൽ റിയാക്ഷനുകളുടെയെല്ലാം ആകെത്തുകയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ജീവന്റെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ട പവർ കൊടുക്കുന്ന ഒരു എഞ്ചിനാണ് ഈ മെറ്റബോളിസം. ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നത്. ഈ മെറ്റബോളിസം ഒരു കോയിൻ പോലെയാണ്. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഉണ്ടാക്കൽ, അതിനെ ആനബോളിസം എന്ന് പറയും. ചെടികൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ. രണ്ടാമത്തെ വശം പൊളിക്കലാണ്. അതാണ് കാറ്റബോളിസം. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ വിഘടിച്ച് ചെറിയ അമിനോ ആസിഡുകളായി മാറുന്നത് ഒരു നല്ല ഉദാഹരണമാണ്. അപ്പോൾ ഒന്ന് ബിൽഡിംഗ്, മറ്റൊന്ന് ബ്രേക്കിംഗ്. ദാ ഈ നമ്പർ നോക്കിക്കേ, 37 കഴിഞ്ഞ് 21 പൂജ്യങ്ങൾ. ഇത് എന്താണെന്നറിയാമോ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരൊറ്റ സെക്കൻഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളുടെ എണ്ണമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? അത്രയ്ക്കും വലുതാണ് മെറ്റബോളിസത്തിന്റെ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സങ്കീർണമായ റിയാക്ഷനുകളൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ നടക്കണമെങ്കിൽ കോശത്തിനുള്ളിലെ കണ്ടീഷൻസ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണ്ടേ? ഒരു ഫാക്ടറിയുടെ ഉള്ളിലെ പോലെ തന്നെ. പുറത്തുള്ള മാറ്റങ്ങളൊന്നും അതിനെ ബാധിക്കാൻ പാടില്ല. അതിന് എന്തു വേണം? ഒരു ബോർഡർ, ഒരു അതിർത്തി. ഈ ഇന്റേണൽ ബാലൻസ് നിലനിർത്തുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, വെള്ളത്തിന്റെ അളവ്, pH, ഇതൊക്കെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. ഈ ബാലൻസ് ചെറുതായി ഒന്ന് തെറ്റിയാൽ മതി, മെറ്റബോളിസം മൊത്തം താളം തെറ്റും. ചിലപ്പോൾ ജീവന് തന്നെ അത് അപകടമാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു സെല്ല് ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ഇത് വെറുമൊരു മധുരല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലബിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്ന ഒരു ബൗൺസറെ പോലെയാണ്. ആര് അകത്തേക്ക് വരണം, ആര് പുറത്തേക്ക് പോകണമെന്നൊക്കെ കൃത്യമായി തീരുമാനിക്കുന്ന ഒരു ഗാർഡ്. ശരി, അപ്പോൾ ഈ ബൗൺസർ ആൾക്കാരെ എങ്ങനെയാണ് അകത്തേക്കും പുറത്തേക്കും വിടുന്നത്? ആർക്കൊക്കെയാണ് എൻട്രി? ഈ സെല്ലിൻ്റെ ബോർഡർ കടക്കാൻ ചില പ്രത്യേക റൂൾസൊക്കെയുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സെല്ലിന് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ, ന്യൂട്രിയൻസ് ഇതൊക്കെ ഉള്ളിലേക്ക് വരണം. അതുപോലെ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വേസ്റ്റ് പുറത്തേക്കും പോകണം. ഈ വരവും പോക്കും എങ്ങനെയാണ് നടക്കുന്നത്? അതിനുള്ളൊരു പ്രധാന വഴിയാണ് ഓസ്മോസിസ്. ഇത് വെള്ളത്തിൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ മൂവ്മെൻ്റാണ്. ദാ ഈ കാണുന്ന പോലെ വെള്ളം എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്ന് കുറവുള്ള ഇടത്തേക്ക് ഒരു അരിപ്പ പോലത്തെ മെംബ്രെയിൻ വഴി സ്വാഭാവികമായി ഒഴുകിപ്പോകും. ഇതിന് സെല്ലിന് എനർജിയൊന്നും ചെലവാക്കേണ്ട കാര്യമില്ല. ഓസ്മോസിസ് മനസ്സിലാക്കാൻ ഈ ചിത്രം നോക്കിയാൽ മതി. ഒരു സെല്ലിനെ എടുത്ത് ഉപ്പുവെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? സെല്ലിൻ്റെ ഉള്ളിൽ വെള്ളം കൂടുതലാണ്, പുറത്തുള്ള ഉപ്പുവെള്ളത്തിൽ കുറവും. അപ്പോഴെന്തുണ്ടാവും? വെള്ളം സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. റിസൾട്ടോ ദാ ഈ വലതുവശത്ത് കാണുന്ന പോലെ ആ സെല്ലങ്ങ് ചുരുങ്ങിപ്പോകും. അടുത്തതാണ് ഡിഫ്യൂഷൻ. ഇത് സിമ്പിളാണ്. നമ്മൾ റൂമിലൊരു പെർഫ്യൂം അടിച്ചാൽ അതിൻ്റെ മണം എല്ലായിടത്തും എത്തുന്നില്ലേ? അതുപോലെ തന്നെ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തേക്ക് തനിയെ അങ്ങ് വ്യാപിക്കും. നമ്മുടെ ലങ്സിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് കലരുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇതിനും എനർജി വേണ്ട. പക്ഷേ ചില വലിയ മോളിക്യൂൾസിനൊന്നും തനിച്ച് ഈ മെംബ്രെയിൻ കടക്കാൻ പറ്റില്ല. അവർക്കൊരു ഹെൽപ്പ് വേണം. അവിടെയാണ് മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻ ചാനലുകൾ ഒരു സ്പെഷ്യൽ ഡോർ പോലെ വർക്ക് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് പോലെയുള്ളവർക്ക് കടന്നുപോകാൻ ഈ ഡോർ തുറന്നുകൊടുക്കും. ഇതിനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതായത് സഹായിക്കുക. ഇതിനും എനർജി വേണ്ട. ഇനി ചില സമയത്ത് സെല്ലിന് ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. അതായത് മോളിക്യൂൾസ് കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക് പമ്പ് ചെയ്യണം. ഇതൊരു മല കയറുന്ന പോലെയാണ്. നല്ല എനർജി വേണം. ഈ പരിപാടിക്കാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി സെൽ ATP എന്ന എനർജി കറൻസി ഉപയോഗിക്കും. ശരിക്കും ഒരു VIP എസ്കോർട്ട് സർവീസ് പോലെയാണ്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ ദാ ഈ ടേബിളിലൊന്ന് നോക്കാം. ഡിഫ്യൂഷനും
ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എനർജി വേണ്ട. അവ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് സ്വാഭാവികമായി പോകും. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എനർജി വേണം. കാരണം അത് ഒഴുക്കിനെതിരെയാണ്. കുറവുള്ളിടത്ത് നിന്ന് കൂടുതലുള്ളിടത്തേക്ക് പമ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനൊക്കെ സെല്ലിന് എനർജി വേണമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈ എനർജിയൊക്കെ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ ഉത്തരം ഭൂമിയിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റിലാണ്. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ചെടികളുടെ ഇലകൾക്കുള്ളിൽ കാണുന്ന ഈ പച്ച നിറത്തിലുള്ള കുഞ്ഞൻ ഫാക്ടറികളാണ് ക്ലോറോപ്ലാസ്റ്റ്. ഇവയാണ് സൂര്യന്റെ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന സൂപ്പർ സോളാർ പവർ പ്ലാന്റുകൾ. ഈ ഒരു മാജിക്കൽ പ്രോസസ്സിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസിന് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തേത് ലൈറ്റ് ഫേസ്. പേര് പറയുന്നത് പോലെ ഇതിന് സൂര്യപ്രകാശം വേണം. ഈ സ്റ്റെപ്പിൽ ചെടി വെള്ളത്തെ പൊട്ടിച്ച് ഓക്സിജൻ പുറത്തുവിടും, കൂടെ കുറച്ച് എനർജിയും ഉണ്ടാക്കിവയ്ക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡാർക്ക് ഫേസ്. ഇതിന് ലൈറ്റ് വേണ്ട. നേരത്തെ ഉണ്ടാക്കിവെച്ച എനർജി ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ ഫുഡ്, അതായത് ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഈ സ്റ്റെപ്പിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫോട്ടോസിന്തസിസിന്റെ ഫോർമുല ഇതാണ്. ഇൻപുട്ടായി സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡയോക്സൈഡ് എന്നിവയെ എടുക്കുന്നു. ഈ 2 സ്റ്റെപ്പുകളിലൂടെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടായി നമുക്ക് കഴിക്കാനുള്ള ഗ്ലൂക്കോസും ശ്വാസമെടുക്കാനുള്ള ഓക്സിജനും തരുന്നു. സിമ്പിൾ. ഈ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് വെറുമൊരു ഷുഗർ മാത്രമല്ല കേട്ടോ. അതാണ് പിന്നീട് സ്റ്റാർച്ച്, പ്രോട്ടീന്, ഫാറ്റ്, വിറ്റാമിൻസ് അങ്ങനെ ജീവന് വേണ്ട എല്ലാ ബിൽഡിംഗ് ബ്ലോക്കുകളായി മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെടികളിൽ തുടങ്ങി ഈ ഫുഡ് ചെയിനുള്ള എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന്റെ ബേസ് തന്നെ ഈ ഒരൊറ്റ പ്രോസസ്സാണ്. ഈ ഒരു വാചകം നമ്മൾ ഇതുവരെ പറഞ്ഞതിനെല്ലാം ഒരുമിപ്പിക്കുകയാണ്. ഈ ബയോമോളിക്യൂൾസും അവയുടെ പ്രവർത്തനമായ മെറ്റബോളിസവും. അതാണ് നമ്മൾ ജീവനെന്ന് വിളിക്കുന്ന സംഭവത്തിന്റെ എല്ലാ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഒരു സെല്ലിന്റെ ഉള്ളിലെ കെമിക്കൽ റൂൾസൊക്കെ നമ്മൾ കണ്ടു. ഈ നിയമങ്ങളെല്ലാം അറിയാമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടില്ലേ, അതുപോലെ ആർട്ടിഫിഷ്യലായി ജീവനെ ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റുമോ? അതോ ജീവനെന്ന് പറയുന്നത് ഈ കെമിക്കൽ നിയമങ്ങൾക്കപ്പുറം വേറെ എന്തെങ്കിലും കൂടിയാണോ? ഇത് ഉത്തരം കിട്ടേണ്ട ഒരു വലിയ ചോദ്യമാണല്ലേ.